പ്രിയമുള്ളവരെ, ധ്യാനത്തിൻ്റെ ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വചനം. ആ വചനവിധാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാമത്തെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഈശോ പറയുന്നൊരധ്യായമാണ്. വളരെ പ്രധാനപ്പെട്ട വചനം നമുക്കറിയാം. 7:7 ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നാൽ നമ്മൾ ഈ മണിക്കൂറിൽ ധ്യാനിക്കുന്നൊരു വചനം വളരെ ഗൗരവമായൊരു വചനമാണ്. മത്തായി 7:12. ആ വചനം ഇങ്ങനെയാണ്: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഇതാണ് നിയമവും പ്രവാചകന്മാരും, അല്ലേ? ബൈബിളിൽ 2 നിയമമുണ്ട്: പഴയ നിയമം, പുതിയ നിയമം. പ്രവാചകന്മാരുടെ പുസ്തകമുണ്ട്. എന്നാൽ ഈ നിയമവും പ്രവാചകന്മാരും എല്ലാം എന്താണ് ബൈബിള്? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അതാണ് ക്രിസ്ത്യാനിറ്റി, അതാണ് ക്രൈസ്തവ ജീവിതം. ക്രിസ്ത്യാനിറ്റി എന്നതൊരു റിലീജിയൻ, ഒരു മതമല്ല. ക്രിസ്ത്യാനിറ്റി നമ്മൾ പലപ്പോഴും ഒരു മതപരമായിട്ട് നമ്മൾ മാറ്റുന്നു. അതിനേക്കാൾ ഉപരി ക്രിസ്ത്യാനിറ്റി എന്നത് ഒരു ജീവിത രീതിയാണ്. ഇതിലെവിടെയാ നമുക്ക് മതത്തെ കാണാൻ പറ്റില്ല, ജീവിത രീതിയാണ്. ശത്രുക്കളെ സ്നേഹിക്കുക, ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഒരിക്കലും 1 മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം നടക്കുക. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിത രീതിയാണ്. അതുകൊണ്ടാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. യേശുവിൻ്റെ പിന്നാലെയുള്ള ക്രൈസ്തവ ജീവിതം യേശുവിനെ ഫോളോ ചെയ്യുന്ന, യേശുവിനെ പിന്തുടരുന്ന, യേശുവിനെ കണ്ട് ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ജീവിതം. അതിനാൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിലെ ആ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഒരിക്കൽ കൂടി ധ്യാനിക്കണം: നിന്റെ സഹോദരൻ എവിടെ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവം കായേനോട് ചോദിച്ച ചോദ്യം: നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? കായേൻ ഉത്തരം പറഞ്ഞു: ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ദൈവകൽപ്പനകൾ പോലും പറഞ്ഞു വച്ചപ്പോൾ എന്താ പറഞ്ഞു വച്ചത്? കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു. 1, എല്ലാത്തിനുപരി ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. 2-ാമത്തെ കൽപ്പന എന്താ? സഹോദരനെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യത്തിന് കായേൻ കൊടുത്ത ഉത്തരം എന്താണ്? ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? അതിന് യേശു സുന്ദരമായൊരു ഉത്തരം കൊടുത്തു. യേശു കുരിശിൽ 2 കരങ്ങളും വിരിച്ചിട്ട് പറഞ്ഞു: നീ നിൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാ. സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. അതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും പരമമായ അർത്ഥം. സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ കായൻ ചോദിച്ച ചോദ്യം, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? അവിടെ യേശു പറയുന്ന ഉത്തരം, സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. പ്രിയപ്പെട്ടവരെ, ആത്മീയത എന്നത് ഇതാണ്. നമ്മളുടെ സഹോദരങ്ങൾ, അടുത്ത് നിൽക്കുന്നവരുമായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം, നമ്മളുടെ മനോഭാവം എന്താണ്? അതാണ് ബൈബിളിലെ ഏറ്റവും ഒരു നമ്മൾ ആത്മീയ ജീവിതം
ആത്മീയ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, ഒറ്റ വചനം ധ്യാനിച്ചാൽ മതി. ഈ വചനം മത്തായി 7:12, ഇത് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് നിയമവും പ്രവാചകന്മാരും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് നിയമവും പ്രവാചകന്മാരും. നമുക്ക് ധ്യാനിക്കാം. 1 യോഹന്നാൻ 3:14 മുതൽ വചനങ്ങൾ. ആ വചനം ഇങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. പലപ്പോഴും കുർബാനയ്ക്ക് നമ്മൾ കേൾക്കുന്നൊരു വചനമുണ്ട്. നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ വച്ച് പോയി രമ്യതപ്പെടുക. പലപ്പോഴും കേൾക്കുന്നൊരു വചനമാണ്. നമ്മൾ അർപ്പിക്കാൻ വരുന്നത് എന്താ? ബലി. ആ ബലിയിൽ യേശു എന്താ പറയുന്നത്? ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. വിശുദ്ധ കുർബാനയുടെ ശക്തി കെടുത്തിക്കളയുന്ന പാപം എന്താ? അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ ജീവിക്കും. ഇത് ഭക്ഷിക്കുന്നവൻ ജീവിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ എന്താ വചനം പറയുന്നത്? വചനം പറയുന്ന കാര്യം ഒന്നുകൂടി ശ്രദ്ധിച്ച്. സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അടുത്തത്, സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ നിലനിൽക്കുന്നു. യേശു പറയുകയാണ്, ഇത് ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും, മരിക്കില്ല. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കില്ല. എന്നാൽ യോഹന്നാൻ ശ്ലീഹ, നമുക്കറിയാം യോഹന്നാൻ 6 ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കില്ല എന്ന് യേശു പറയുന്നത്. അതേ യോഹന്നാൻ പറയുകയാണ്, സഹോദരനെ വെറുക്കുന്നവൻ മരണത്തിലാണ്. വിശുദ്ധ കുർബാന അവന് പ്രധാനപ്പെട്ടതല്ല. വിശുദ്ധ കുർബാന പ്രധാനപ്പെട്ടതല്ല എന്നതാണ്. വിശുദ്ധ കുർബാന പ്രധാനപ്പെട്ടതല്ല. ശ്രദ്ധിച്ചോളണം. വിശുദ്ധ കുർബാനയുടെ ശക്തി കെടുത്തുന്ന, വിശുദ്ധ കുർബാനയെ നിർവീര്യമാക്കുന്ന, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ദൈവം എന്ത് സ്വപ്നം കണ്ടുവോ ആ സ്വപ്നത്തെ തകർക്കുന്ന പാപമാണ് സഹോദര ബന്ധങ്ങളിലെ അകൽച്ച. അത് ഞാനും ഒരാൾ തമ്മിൽ മിണ്ടുന്നില്ല, അവനോട് വെറുപ്പാണ്, സഹോദരനോട് വെറുപ്പാണ്, അവിടെ തീരരുത്. നിൻ്റെ നിത്യതയെ ബാധിക്കുന്ന തിന്മയാണത്. നിൻ്റെ നിത്യതയെ ബാധിക്കുന്ന തിന്മയാണത്. തുടർന്ന് നമ്മൾ വായിക്കുക. സഹോദരനെ ബഹുമാനിക്കുമ്പോൾ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. നമുക്കറിയാം, ഇത് കൊല്ലരുത് എന്ന കൽപ്പന മോശയ്ക്ക് കൊടുത്തു. എന്നാൽ യേശു എന്ത് പറഞ്ഞു? സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വചനം വീണ്ടും പറയുകയാണ്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്താണെന്ന് നമ്മൾ അറിയുന്നു. നമ്മളും സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഒബ്ലിഗേഷൻ, കടമാണ് ഒബ്ലിഗേഷൻ. ശ്രദ്ധിക്കണം, കടപ്പെട്ടിരിക്കുന്നു. വെറുതെ സ്നേഹിക്കണമെന്ന് പറയുകയല്ല, കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണ്? യേശു മരിച്ചു, ആ യേശു നമുക്ക് സ്വശരീരം തന്നു. ആ ശരീരം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈ യേശുവിലേക്ക് മാറുന്നു. ഇപ്പോൾ ഞാനല്ല യേശു. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ സഹോദരന് വേണ്ടി മരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഒബ്ലിഗേഷൻ. എന്തുവഴി? വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി നിനക്ക് ഒരു കടം വരുന്നു. എന്താണ്? നീ നിൻ്റെ സഹോദരന് വേണ്ടി മരിക്കണം. പക്ഷേ നമ്മൾ ഓർത്ത് നോക്കിക്കേ, ഒരു ചെറിയ അസ്വസ്ഥത നമുക്ക് കുർബാനയിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? വെറുപ്പ്, എനിക്കൊരാളോട് വെറുപ്പുണ്ട്, ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്നോടുണ്ട്, അതെനിക്ക് കുർബാന സ്വീകരിക്കാൻ ഒരു ഫീലിംഗ് പോലും ആകുന്നില്ല എന്നത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. നമ്മൾ കടപ്പെട്ടിരിക്കുന്നുവെന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അടുത്ത വചനം വായിക്കണം. അടുത്ത വചനം നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. ലൗകിക സമ്പത്തിൻ്റെ കാര്യത്തിൽ 17-ാമത്തെ വചനം, ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? വളരെ
പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ആത്മീയതയെ നമ്മൾ പരിശോധിക്കണം. സഹായം അർഹിക്കുന്നവനായിട്ട് നമ്മുടെ സഹോദരനെ കണ്ടിട്ടും, ലൗകിക സമ്പത്ത് നമുക്കുണ്ട്, സഹായം അർഹിക്കുന്നവനായിട്ട് കണ്ടിട്ടും നമ്മൾ സഹായിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ദൈവസ്നേഹം കുടികൊള്ളും? എങ്ങനെ നമ്മൾ യേശുവിൻ്റെ ശിഷ്യരാണ് എന്ന് ലോകമറിയും? ഇത് ഗൗരവമായിട്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു സംഭവം, ഒരു സഹോദരൻ്റെ ഓപ്പറേഷനാണ്. ഓപ്പറേഷന് ലക്ഷങ്ങൾ വേണം, ഗൗരവപ്പെട്ടൊരു ഓപ്പറേഷൻ. നമുക്കറിയാം, ഇന്ന് ഹോസ്പിറ്റലൊക്കെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതൊന്നുമല്ല ഹോസ്പിറ്റലിലെ ബില്ലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റുമൊന്നും. അപ്പോൾ ഒരു കുടുംബം, ആ കുടുംബനാഥനായിരുന്നു ആ കുടുംബത്തിലെ വരുമാന മാർഗത്തിൻ്റെ ഏക വഴി. ആ കുടുംബനാഥന് ഒരു ഗൗരവമായൊരു ഓപ്പറേഷൻ. 2 കുട്ടികൾ പഠിക്കുന്നു, ഭാര്യ ചെറിയൊരു ജോലി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ആ കുടുംബനാഥൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനവും പരിചയത്തിലുള്ളവരും ഒക്കെ ചേർന്ന് പിരിവെടുക്കുകയാണ് ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യം ഈ ഓപ്പറേഷൻ്റെ ഡേറ്റ് നിശ്ചയിക്കുന്ന സമയത്ത് അവരുടെ ഇടവകപ്പള്ളിയിൽ, ഒരു ജനുവരി മാസമാണ്, ഇടവകപ്പള്ളിയിൽ പെരുന്നാളാണ്. ഇടവകപ്പള്ളിയിൽ പെരുന്നാൾ ഒരുപാട് എക്സ്പെൻസ് നമുക്കറിയാം, വെടിക്കെട്ട്, അങ്ങനെ ആഘോഷങ്ങൾ, 3-4 ബാൻഡ് മേളം, ചെണ്ടമേളം, ഇതൊന്നും വേണ്ട എന്നൊന്നും അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഈ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരേ ഒരു ഒറ്റ പ്രസ്തേന്തി ആ പെരുന്നാൾ ആ വർഷം നടത്തുന്നു. ഞാനീ പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യേണ്ട ആ വ്യക്തിയുടെ സഹോദരൻ ഈ പള്ളിയിൽ പെരുന്നാൾ നടത്തുന്നത്. ഓപ്പറേഷന് തുക നാട്ടുകാർ ജാതി മതഭേദമന്യേ തുക കളക്ട് ചെയ്യുമ്പോൾ ആ പെരുന്നാൾ അവിടെ നടത്തുന്നത് ഈ ഓപ്പറേഷൻ വിധേയനാകുന്ന വ്യക്തിയുടെ സ്വന്തം സഹോദരൻ. പ്രിയപ്പെട്ടവരെ, അത് തിന്മയല്ലേ? നമ്മളുടെ ഇടവകയുടെ പരിധിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരാൾ സാമ്പത്തികമായിട്ട് വേദനിക്കുന്നവനായി കണ്ടിട്ട് നമ്മൾ അത് സഹായിക്കുന്നില്ല എങ്കിൽ അവനിൽ എങ്ങനെ ദൈവസ്നേഹം കുടികൊള്ളും എന്ന് ചോദിക്കുകയാണ് വചനം. നമ്മൾ ഓർക്കുക, ഇന്ന് ക്രൈസ്തവ സാക്ഷ്യമായിട്ട് മാറേണ്ടത്, നമുക്കറിയാം ആദ്യമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറയുന്നതിൽ അവരിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉണ്ടായിരുന്നില്ല, അവർക്കുള്ളത് പരസ്പരം പങ്കുവച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരാധന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് ദേവാലയ കാര്യങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയത എന്നത് ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ചുരുങ്ങുകയും മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നതാണ് ഇന്ന് ആത്മീയത അല്ലെങ്കിൽ മറ്റൊരാൾ കാണുന്ന നമ്മളുടെ മതപരമായ കാര്യങ്ങൾ മറ്റുള്ളവരിൽ വെറുപ്പുളവാക്കാൻ അല്ലെങ്കിൽ വിമർശനത്തിന് കാരണമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ജീവിതവും നമ്മളുടെ ആചാരങ്ങളും തമ്മിൽ ബന്ധമില്ലാതായി പോകുന്നു എന്നതാണ്. ജീവിതവും ആചാരങ്ങളും തമ്മിൽ ബന്ധമില്ലാത്തതായി പോകുന്നു. എതിർ സാക്ഷ്യങ്ങൾ ഇന്ന് നമ്മുടെ ആഘോഷങ്ങൾ നൽകുന്നു എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇവിടെ ആഘോഷങ്ങൾ വേണ്ട എന്നല്ല, മറിച്ച് നമ്മളുടെ കൂട്ടത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ പരിസരത്ത് ഒരാളെ വേദനിക്കുന്നവനായി കണ്ടിട്ട്, എന്തിൻ്റെ പേരിൽ? സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ഒരാൾ വേദനിക്കുന്നവനായിട്ട് കണ്ടിട്ട് അവനെ സഹായിക്കുവാൻ ഒരു ഇടപെടലും നമ്മൾ നടത്തുന്നില്ലെങ്കിൽ വചനം പറയുന്നു, എങ്ങനെ അവനിൽ ദൈവസ്നേഹം വസിക്കും? എങ്ങനെ ദൈവസ്നേഹത്തിൽ നിലനിൽക്കും? ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യ ജീവിതം, ഇവിടെ ഒരു ക്രൈസ്തവ ജീവിതം പരാജയപ്പെടുകയാണ്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് മതപരമായ ആചാരങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ട് പൂർണ്ണമാകപ്പെടുന്ന ഒരു ജീവിത രീതിയല്ല ക്രൈസ്തവ ജീവിതം. മതപരമായ ആചാരങ്ങൾ എല്ലാ മാസവും എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് നടക്കുന്നു, അതെല്ലായിടത്തും നടക്കുന്നു എന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിൻ്റെ വഴിയിലാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നമുക്ക് എത്രത്തോളം
വേദനിക്കുന്നവരോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മുടെ സഹോദരനെ നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ട്? അതാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഈശോ പഠിപ്പിക്കുന്നത് നല്ല സമരിയാക്കാരൻ്റെ ഉപമ പറഞ്ഞിട്ട് ഇത് ആവശ്യമുള്ളവനായി കാണുന്നു. പുരോഹിതനൊരു വഴിക്ക് പോയി, ലേവായനൊഴുക്കി ഒരു വഴിക്ക് പോയി. എന്നാൽ ആ സമരിയാക്കാരൻ അവൻ കിടന്ന സ്ഥലത്ത് വന്നു എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞ ഉപമയാണിത്. ഇത് ഞാൻ കണ്ടെത്തിയ ഉപമയല്ല. യേശു അന്നത്തെ പുരോഹിത ലേവായ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആചാരങ്ങളിൽ 100% വിശ്വസ്തത കാണിക്കുകയും എന്നാൽ മനുഷ്യസ്നേഹത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തെ ചൂണ്ടിക്കാണിക്കാൻ യേശു ഇത് പറയുമ്പോൾ നമ്മൾ ഇവിടെ തിരിയേണ്ടത് നമ്മളുടെ സ്വകാര്യതയിലേക്കാണ്. സ്വയം വിമർശനത്തിൻ്റെ കാലഘട്ടമായി ഈ നോയമ്പ് കാലഘട്ടം മാറണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ക്രൈസ്തവ ജീവിതം സാക്ഷ്യമാകുന്നത്. അവിടെയാണ് ക്രൈസ്തവ ജീവിതം സ്വാധീനിക്കുന്നത്. അവിടെയാണ് ക്രൈസ്തവ ജീവിതം, പ്രിയപ്പെട്ടവരെ, സുവിശേഷമായിട്ട് മാറുന്നത്. നമ്മൾ പലപ്പോഴും അത് നമ്മൾ സൗകര്യപൂർവ്വം മറക്കുന്നു. അപ്പോൾ ആത്മീയത എന്നത് പ്രധാനപ്പെട്ടത്. നിന്റെ സഹോദരൻ എവിടെയെന്ന ചോദ്യത്തിന് ഞാൻ, സഭ, സമൂഹം, നമ്മൾ ഓരോരുത്തരും ഉത്തരം കൊടുക്കേണ്ടതാണ്. നിന്റെ സഹോദരൻ എവിടെയെന്നത് നമ്മൾ ഉത്തരം കൊടുക്കേണ്ട ഒരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം വളരെ പ്രസക്തമായൊരു കാലഘട്ടത്തിലാണ് ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് എന്ത് കൊടുക്കുവാനുണ്ട്? ഞാൻ ഒരിക്കലേ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ഭവന സന്ദർശനമാണ്. ഇപ്പോൾ ഞാൻ അത്ര ഓർക്കുന്നില്ല, കൊച്ചി ഭാഗത്താണ്. അപ്പോൾ ഞാനൊരു വീട്ടിൽ ചെല്ലുന്നു. ആ വീട്ടിലെ ചേച്ചി ഈ ഫ്ലാറ്റിൽ വീട്ടുജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ചെല്ലുന്നത് കൊണ്ട് അന്ന് അവിടെ ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാകുന്നു, ഒരു 12:30 ആകുന്നു. അപ്പോൾ എന്നെ ഭക്ഷണത്തിന് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഭക്ഷണം മുൻകൂട്ടി ക്രമീകരിച്ചൊരു സ്ഥലമുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ചേച്ചി ഭക്ഷണം വിളമ്പുകയാണ്. ഒരു അപ്പൻ, ഒരു 78-80 വയസ്സാകാറായ ഒരു അപ്പനുണ്ട്. വേറെ ഒരു 3 അമ്മമാരുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതാരാ, ചേച്ചിയുടെ ആരാ? അപ്പോൾ പറഞ്ഞു, എൻ്റെ ആരും അല്ലച്ചാ. പിന്നെ അല്ലച്ചാ, ഈ അപ്പൻ്റെ മക്കളൊന്നും ഇവിടെ ഇല്ല, ഭാര്യ മരിച്ചു പോയതാണ്. അദ്ദേഹം എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്ത് ചായക്കടയിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഈ 3 അമ്മമാരുടെയും അവസ്ഥ അങ്ങനെയാണ്. എന്താ അവസ്ഥ? അവർക്ക് പെൺമക്കളെ കെട്ടിച്ചു വിട്ടു, പെൺമക്കളില്ല. ഒരു അമ്മയ്ക്ക് മക്കളില്ലായിരുന്നു, ഭർത്താവ് മാത്രമേ മരിച്ചുപോയി. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനും നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ അതിലൊരു അമ്മയുടെ വീട് 3.5 കിലോമീറ്റർ അപ്പുറത്താണ്, ഈ അപ്പൻ്റെ വീട് 2 കിലോമീറ്റർ അപ്പുറത്താണ്. ഈ തൻ്റെ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള, അല്ലെങ്കിൽ 4-5 കിലോമീറ്റർ ചുറ്റളവിലുള്ള അങ്ങനെ കഴിയുന്ന 4 പേർക്ക് എല്ലാ ദിവസവും 7 മണിക്ക് ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടുജോലി ചെയ്യാൻ പോകുന്ന ഈ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ച്, ഉച്ചഭക്ഷണം ഉണ്ടാക്കി വെച്ച്, എന്നിട്ടാണ് ഈ സ്ത്രീ വീട്ടുജോലിക്ക് പോകുന്നത്. ഞാൻ എന്തിനാണെന്നറിയാവോ ഈ ചെറിയ ഉദാഹരണത്തിലേക്ക് പോകുന്നത്? ഞാൻ വലിയ ഉദാഹരണങ്ങളിലേക്ക് പോകാതെ ഞാൻ ചെറിയ കാര്യത്തിലേക്ക് പോകുന്നത് എന്താണെന്നറിയാവോ? ഈ ചേച്ചി 4 കിലോമീറ്റർ ചുറ്റളവിൽ തൻ്റെ പരിസരത്ത് ഇങ്ങനെ 4 പേര് ജീവിക്കുന്നുണ്ട്. തനിക്ക്, ഈ ചേച്ചിക്കൊരു മകളാണ് ഉള്ളത്. ചില കാരണങ്ങൾ കൊണ്ട് ഭർത്താവ് വിട്ടിട്ട് പോയതാണ്. ഭർത്താവ് എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ 4 പേരെ വീട്ടുജോലി ചെയ്യുന്ന ഈ അമ്മ 4 പേർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഇവർ ഭക്ഷണം കഴിക്കും, ഇവർ അവിടെ വിശ്രമിക്കും, അല്ലെങ്കിൽ ഇവർ TV കാണും. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തൊരു കാര്യമാണത്. എൻ്റെ മനസ്സിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 12
വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു കുടുംബമാണ്. ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് അറിവില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന കാര്യം, കാരണം തൻ്റെ ചുറ്റുപാടുകൾക്കുള്ളിൽ ഒരു 4 പേര് വേദനിക്കുന്നു. തൻ്റെ ചുറ്റുപാടുകൾക്കുള്ളിൽ 4 പേര് വേദനിക്കുന്നു. തന്നെക്കൊണ്ട് കഴിയാവുന്നത്, താൻ ഏതായാലും പോകുന്നുണ്ട്, തന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ ചെല്ലുമ്പോൾ ഇവർ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ വീട് വെഞ്ചിരിപ്പിനായി അച്ഛൻ ചെല്ലുമെന്നറിയുന്നത് കൊണ്ട് 11:30 കഴിഞ്ഞപ്പോൾ ഇവർ വർക്ക് ചെയ്യുന്ന ഫ്ലാറ്റിൽ നിന്ന് വന്നിരിക്കുക. ഒരു ചെറിയ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറൊക്കെ മേടിച്ചിട്ടുണ്ട് ഈ ചേച്ചി. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. എല്ലാ ദിവസവും അവരുടെ ഒറ്റ പരാതി ഇതാണ്. എന്നോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, അച്ഛാ എനിക്ക് ഏറ്റവും വലിയ പരാതി, എനിക്കിപ്പോൾ ഇച്ചിരി കൂടുതൽ വീടുകളിൽ ജോലി ചെയ്യാനുള്ളത് കൊണ്ട് ഡെയിലി കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. എങ്കിലും ഞാൻ ചിലപ്പോൾ പോകാറുണ്ട്. ഇടയ്ക്ക് സമയം കിട്ടിയാൽ ഞാൻ കലൂരോ എവിടെയെങ്കിലും പോയി കുർബാന കാണാറുണ്ട്. അപ്പം ഞാൻ ഓർക്കുന്ന കാര്യം ഇതാണ്, പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണമെങ്കിൽ എനിക്ക് ഭർത്താവില്ല, എൻ്റെ മകളുടെ പഠനം നടക്കുന്നു, അവൾ ഹോസ്റ്റലിലാണ്, ഞാൻ വീട്ടുജോലി ചെയ്താണ് ഈ ജീവിക്കുന്നത് അല്ലെങ്കിൽ മകളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ എത്രയോ കാരണങ്ങളുണ്ട്. പക്ഷേ തൻ്റെ എല്ലാ പരിമിതികൾക്ക് നടുവിലും, തൻ്റെ എല്ലാ കുറവുകൾക്ക് നടുവിലും, പ്രിയപ്പെട്ടവരെ, മറ്റൊരാളെ സഹായിക്കാൻ, മറ്റൊരാൾക്ക് നന്മ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾക്കൊരു വേദന ഉണ്ടാകുമ്പോൾ ഒരു ആശ്വാസവാക്ക് മറ്റൊരാൾ പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഒരു രോഗം നമുക്ക് വരുമ്പോൾ ഒരാൾ നമ്മളെ ഒന്ന് സഹായിക്കണമെന്ന്, നമ്മുടെ അടുത്ത് വന്നിരിക്കണമെന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതെല്ലാം അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഈശോ പറയുന്ന ഈ ഒരു കാര്യമാണ്. ഞാൻ നഗ്നനായിരുന്നു, ഞാൻ വിശക്കുന്നവനായിരുന്നു, ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, ഞാൻ ജയിലിലായിരുന്നു, ഓർക്കുക, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. ഇത് പറയുമ്പോൾ അന്ത്യവിധിയിൽ പോലും യേശു ഫോക്കസ് ചെയ്യുന്നത് ഈ സഹായിക്കുക എന്നതിലേക്കാണ്, ഈ അപരനിലേക്ക് നീളേണ്ട ഈ സ്നേഹത്തിലേക്കാണ് യേശുവിൻ്റെ അന്ത്യവിധിയിൽ പോലുമുള്ള ഫോക്കസ് കിടക്കുന്നത്. നമ്മൾ ചെയ്യാതെ പോയ നന്മയിലേക്കാണ്. നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങളല്ല യേശു പറയുന്നത്, നമ്മൾ ചെയ്യാതെ പോയ നന്മയിലേക്കാണ് അന്ത്യവിധിയിൽ പോലുമുള്ള ഫോക്കസ് കിടക്കുന്നത്. അന്ത്യവിധിയിൽ നമുക്ക് യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? അന്ത്യവിധിയിൽ നമ്മുടെ സമൂഹത്തിന് യേശുവിൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ പറ്റുമോ? കാരണം ഇവിടെയുണ്ട് നഗ്നനായവർ, ഇവിടെയുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയവർ, ഇവിടെയുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വിശപ്പ് അനുഭവിക്കുന്നവർ, നീതിയുടെ പേരിൽ പല കാര്യങ്ങൾ കൊണ്ട് വിശപ്പ് അനുഭവിക്കുന്നവർ, അവരുടെ കൂടെ നിൽക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഒപ്പം നിൽക്കണം. ഇന്നൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, സഭ ആഗ്രഹിക്കും, അല്ലേ? നമ്മൾ ആഗ്രഹിക്കും, നമ്മുടെ കുടുംബം ആഗ്രഹിക്കും, അവർ നമ്മുടെ ഒപ്പം നിൽക്കണം. ദൈവജനം സഭയോടൊപ്പം നിൽക്കണം. അടുത്ത വീട്ടുകാർ ഞങ്ങളോടൊപ്പം നിൽക്കണം. എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നവർ എൻ്റെ ഒപ്പം നിൽക്കണം. നമ്മൾ ആഗ്രഹിക്കും. അതിന് നമ്മൾ ഒറ്റക്കാര്യം ചെയ്താൽ മതി. നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളതായിട്ട് മാറുക. മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക. സഭ ആഗ്രഹിക്കുന്നുണ്ട് ദൈവജനം മുഴുവനും സഭയോടൊപ്പം നിൽക്കണമെന്ന്. ഒറ്റക്കാര്യം ചെയ്താൽ മതി, സഭ ദൈവജനത്തോടൊപ്പം നിൽക്കുക. ഇടവകയിലെ വികാരിച്ചൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഇടവകക്കാർ മുഴുവനും തന്നോടൊപ്പം നിൽക്കണമെന്ന്. ഒറ്റക്കാര്യം ചെയ്യുക, വികാരിച്ചൻ ആ ഇടവക ജനത്തോടൊപ്പം നിൽക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ അയൽവകക്കാർ മുഴുവനും എൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കണം. ഒറ്റക്കാര്യം ചെയ്താൽ മതി, അത് തന്നെ നമ്മൾ ചെയ്യുക. നമ്മൾ നമ്മുടെ അടുത്തുള്ള വേദനിക്കുന്ന കുടുംബത്തോടൊപ്പം നിൽക്കുക. അതിനാൽ നമ്മൾ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രാർത്ഥിക്കുന്ന വചനം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം തിരുവചനം. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതാണ് നിയമവും പ്രവാചകന്മാരും. അപ്പോൾ ഈ വചനം നമ്മിൽ വരണം. ഞാൻ ഈ വചനം ആവർത്തിച്ച് മറ്റുള്ളവർ എനിക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ ഇനി ചെയ്യാൻ തുടങ്ങുക. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ സഹോദരൻ ഒന്ന് ഫോൺ വിളിച്ചിരുന്നുവെങ്കിൽ, എൻ്റെ വിശേഷം തിരക്കിയിരുന്നുവെങ്കിൽ, ഒരു വേദനയിൽ എന്നെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ, മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അതാണ് ആത്മീയത. ആ ആത്മീയതയിലേക്ക് ഞങ്ങൾ വളർത്തണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ഈ ഒരു അഭിഷേകം നമ്മിൽ കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. എൻ്റെ കോട്ടയും നീ മാത്രമേ, എൻ്റെ കോട്ടയും നീ മാത്രമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം വിശുദ്ധ കുർബാനയിലേക്ക് നമ്മെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനം പറയുന്നു, ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞങ്ങൾ അവരോടൊപ്പം വസിക്കും. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ്, ആ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മെ തന്നെ ത്രിത്വൈക ദൈവത്തിൻ്റെ കൃപയാൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും വലിയ വിടുതൽ, ഏറ്റവും വലിയ ഒരു കൃപ ഇറങ്ങുന്ന ഒരു ചെറിയ പ്രാർത്ഥന. നമ്മളെ തന്നെ ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കുക. 3 പ്രാവശ്യം ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മളെ ആശീർവദിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മൾ ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മളെ വിശുദ്ധീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവിക സാന്നിധ്യത്താൽ നമ്മൾ വിടുതൽ, അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിൽ 3 ആളുകളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവർ സ്നേഹത്തിൽ ഒന്നാണ്. അതിനാൽ വചനം പറയുന്നു, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് ത്രിത്വൈക ദൈവത്തിലാണ്. എന്ന് വച്ചാൽ ദൈവത്തിന് 3 ആളുകളുണ്ട്. അവർ പരസ്പരം സ്നേഹിക്കുന്നു. സ്നേഹിക്കപ്പെടാൻ, സ്നേഹിക്കാൻ
സ്നേഹത്തിൽ പൂർണ്ണതയുണ്ടാകണമെങ്കിൽ സ്നേഹിക്കപ്പെടുവാനും സ്നേഹിക്കുവാനും അവിടെ ആള് വേണം. ഒരാൾ മാത്രമുണ്ടെങ്കിൽ അവിടെ സ്നേഹത്തിന് അർത്ഥമില്ല. എന്നാൽ ദൈവത്തിൽ 3 ആളുകൾ, സ്നേഹിക്കപ്പെടുവാനും സ്നേഹിക്കുവാനും അവിടെ ആളുണ്ട്. അവിടെയാണ് വചനം പറയുന്നത് ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ഇതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്നേഹത്തിനെതിരായിട്ടുള്ളതാണ് പാപം. ദൈവം ചോദിച്ച ചോദ്യം ഇതാണ്: നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? ഈ ചോദ്യം ഇന്ന് നമ്മളോട് ദൈവം ചോദിക്കുന്നു. തൻ്റെ ഏകപുത്രനെ നൽകി ഈശോ പഠിപ്പിച്ചു. ആ പുത്രൻ പഠിപ്പിച്ചു, സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. വിശുദ്ധ കുർബാന ബലിയാണ്, സഭ പഠിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന ബലിയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളം വിശുദ്ധ കുർബാനയാണ്. ബലി നമുക്കറിയാം, ബലിയിൽ സംഭവിക്കുന്നത് ഒരു മരണമാണ്. ഒരു മൃഗത്തെ ബലി ചെയ്യുമ്പോൾ മരണം സംഭവിക്കുന്നു. ഈശോ പഠിപ്പിച്ചു, സഹോദരനു വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ, എന്ന് വെച്ചാൽ സഹോദരന് വേണ്ടി മരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം മരണമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ബലിയാണ്, ബലി മരണമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ തൻ്റെ ശരീരം ബലിയാക്കി മരണമാക്കി മാറ്റിയിട്ട് പറയുന്നു, നീ സഹോദരൻ്റെ കാവൽക്കാരനാണ്. നിന്റെ സഹോദരൻ എവിടെ? നമ്മുടെ സഹോദര ബന്ധങ്ങളിൽ വന്ന വീഴ്ച കൊടുത്തു പ്രാർത്ഥിക്കുക. ഇപ്പോൾ ആരോടെല്ലാം നമുക്ക് വെറുപ്പുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ മേൽ ആർക്കെല്ലാം വിദ്വേഷം, വെറുപ്പുണ്ട്? സ്നേഹത്തിനെതിരായിട്ടുള്ളതെല്ലാം ദൈവത്തിനെതിരാണ്. എന്തെല്ലാം സ്നേഹത്തിനെതിരായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാമാണ് ദൈവത്തിന് എതിരായ കാര്യം. അതിനാൽ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, അവനിൽ ജീവനില്ല എന്ന് ആവർത്തിച്ച് വചനം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദര ബന്ധം എവിടെയാണ്? യേശു പഠിപ്പിക്കുകയാണ്, ഞാൻ വിശക്കുന്നവനായിരുന്നു, നീ ഭക്ഷിക്കുവാൻ തന്നു. ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഈ ചെറിയവരിൽ ഒരാൾക്കിത് ചെയ്തപ്പോഴെല്ലാം എനിക്കാണ് ചെയ്തത്. ഇതെല്ലാം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. സഹോദരനെ സ്നേഹിക്കുന്നത്, അടുത്ത് നിൽക്കുന്നവരെ സ്നേഹിക്കുന്നത് യേശുവിനെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണെന്ന്. അതിനാൽ യേശു പഠിപ്പിച്ചു, എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ക്രൈസ്തവ ജീവിതം ഒരു ജീവിത രീതിയാണ്. ശത്രുവിനെ സ്നേഹിക്കുന്ന, ഒരു ചെകിടത്തടിക്കുന്നവന് മറു ചെകിട് കൂടി കാണിച്ചു കൊടുക്കുന്ന, മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കുന്ന, 1 മൈൽ ദൂരം നടക്കാൻ പറയുമ്പോൾ 2 മൈൽ അവൻ്റെ കൂടെ നടക്കുന്ന ജീവിത രീതിയുടെ പേരാണ് ക്രൈസ്തവ ജീവിതം. ഓർക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സഹോദര ബന്ധം എവിടെ നിൽക്കുന്നു? ഈ നിമിഷം കൊടുത്തു പ്രാർത്ഥിക്കുക. ആരോടെല്ലാം നമുക്ക് വെറുപ്പ്, വിദ്വേഷമുണ്ടോ
അവരെല്ലാം വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. വചനം പറയുകയാണ്, ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനോ, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. സ്നേഹിക്കാത്തവനോ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, അതിനാൽ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, സഹോദരനെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു. ഒരു നിമിഷം ഈ ഒരു മേഖലയിൽ അനേകം പേർക്ക് വിടുതൽ വേണം. ഈ മേഖലയിൽ അനേകം പേരെ പിശാച് ബന്ധിച്ചിടുന്നുണ്ട്. ബാക്കി എല്ലാ മേഖലയിലും ഞാൻ പെർഫെക്റ്റാണ്, കൽപ്പനകളും എല്ലാം പാലിക്കുന്നുണ്ട്, ഒരു പക്ഷേ ദൈവകാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, എൻ്റെ അയൽപക്കത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് വലിയ വിള്ളലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനിൽ ദൈവിക ജീവൻ വസിക്കുന്നില്ല, അവൻ മരണത്തിലാണ് എന്ന് വചനം പറയുന്നു. ഈ നിമിഷം ആ ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ കൃപ തരണമേ എന്ന് അങ്ങനെയുള്ള എല്ലാ മേഖലകളും വിശുദ്ധ കുർബാനയിലേക്ക് കൊടുത്ത് വിടുതലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ രക്തം ഭൂമിയിൽ വീണത് സഹോദരൻ്റേതാണ്. ഇതാ നിന്റെ സഹോദരൻ്റെ രക്തം നിനക്കെതിരെ എൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നു എന്ന ദൈവവചനം. ജോസഫിനെ വിറ്റപ്പോൾ ജോസഫിനല്ല അപകടം സംഭവിച്ചത്. ജോസഫിന് അവിടെ അപകടം സംഭവിച്ചത് എല്ലാം ദൈവം നന്മയാക്കുന്നുണ്ട്. എന്നാൽ ജോസഫിനെ വിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ സ്വന്തം നാട്ടിൽ ക്ഷാമം വരുന്നു. അവർ ഭക്ഷണം തേടി മറ്റൊരു ദേശത്തേക്ക്, പിന്നെ അവിടെ അടിമകളാകുന്നു. ഓർക്കുക, സഹോദരനെ വെറുക്കുന്നവൻ അവൻ അടിമത്തത്തിലേക്ക് പോകുന്നു. അവനിൽ സ്വാതന്ത്ര്യമില്ല. അവൻ ദൈവ മകൻ, ദൈവമക്കൾ എന്ന അവകാശത്തിൽ നിന്ന്, എന്ന ഐഡൻറ്റിറ്റിയിൽ നിന്ന്, എന്ന സത്തയിൽ നിന്ന് മാറുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു പക്ഷേ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ധ്യാനിച്ച വചനം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 7:12. മത്തായിയുടെ സുവിശേഷം 7:12 നമുക്ക് ഒരുപാട് ധ്യാനിക്കാനുള്ള വചനമാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അതാണ് നിയമവും പ്രവാചകന്മാരും. ഓർക്കുക, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതാണ് നിയമവും പ്രവാചകന്മാരും. നമ്മൾ ആഗ്രഹിക്കാറില്ലേ, അവൻ എന്നോടൊന്ന് മിണ്ടിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എന്നോട് മിണ്ടിയില്ല, എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ല, എനിക്കൊരു വേദന വന്നപ്പോൾ ഒന്ന് സഹായിച്ചില്ല. ഇങ്ങനെ എത്രയോ പരാതികളാണ് നമ്മൾ മറ്റുള്ളവർ ചെയ്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ചെയ്ത് കിട്ടണമെന്ന്. അപ്പം നമ്മളൊന്ന് ആഗ്രഹിക്കുക, എൻ്റെ അയൽവകക്കാർ എന്നോട് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നവർ എന്നോട് എങ്ങനെ പെരുമാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ സഹോദരങ്ങൾ, ബന്ധുക്കൾ എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കതിനെല്ലാം വളരെ വ്യക്തമായ ഒരു ചിന്തയുണ്ട്. എൻ്റെ അയൽവക്കക്കാരെന്നോട് ഇങ്ങനെ പെരുമാറണം, എന്നോടൊപ്പം ജോലി ചെയ്യുന്നവർ എൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കണം, എന്നെ ഒന്ന് സഹായിക്കാൻ വരണം.
എൻ്റെ ബന്ധുക്കൾ എൻ്റെ വേദനയിൽ, എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കണം. ഇങ്ങനെ മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു വ്യക്തതയുണ്ട്. മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യരുത് എന്നും നമുക്കൊരു വ്യക്തതയുണ്ട്. മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്നും മറ്റുള്ളവർ എന്ത് ആരും എന്നെ കുറിച്ച് കുറ്റം പറയരുത്, ആരും എന്നെ കളിയാക്കരുത്, ആരും എനിക്ക് ദ്രോഹമായിട്ടുള്ളത് ചെയ്യരുത്. മറ്റുള്ളവർ എന്ത് ചെയ്യരുതെന്നും മറ്റുള്ളവർ എനിക്കെന്ത് ചെയ്യണമെന്നും എനിക്ക് വ്യക്തതയുണ്ട്. തിരിച്ച് ഞാൻ ഇതിലേക്ക് വളരുക. മറ്റുള്ളവർ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുക, മറ്റുള്ളവർ എനിക്ക് ചെയ്യരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യാതിരിക്കുക. ആരും എന്നെക്കുറിച്ച് കുറ്റം പറയരുത്, ഞാൻ കുറ്റം പറയാതിരിക്കുക. ആരും എന്നെ കളിയാക്കരുത്, ഞാൻ കളിയാക്കാതിരിക്കുക. അതാണ് നിയമം, അതാണ് പ്രവാചകന്മാർ. ബൈബിൾ മുഴുവനും ഈ ഒരു 2 വാക്കിലേക്ക് ചുരുങ്ങുന്നു. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ ചെയ്യുക. അതാണ് നിയമവും പ്രവാചകന്മാരും. ഈശോ പറയുന്നത് എവിടെയാണ്? ഈശോ പറയുന്നത് സഹോദര സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴല്ല. ഈശോ പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുമ്പോഴല്ല. ഈശോ പറയുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോഴാണ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഒരു പക്ഷേ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു നല്ലൊരു ശതമാനത്തിൻ്റെയും പ്രാർത്ഥന എൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വരണം. നമ്മിൽ നല്ലൊരു ശതമാനവും ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞെടുത്ത് ദൈവം പറഞ്ഞ കൽപ്പനയാണ്. ദൈവം പറഞ്ഞൊരു നിർദ്ദേശമാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നത് വാഗ്ദാനമാണെങ്കിൽ അതിനോട് ചേർത്ത് ദൈവം പറഞ്ഞ കൽപ്പനയാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കാത്ത എല്ലാ വാതിലും തുറക്കപ്പെടും. പക്ഷെ ഒരു കാര്യം ചെയ്യണം, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ചെയ്യരുത് എന്നാഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്കെതിരെ ചെയ്യാതെയും ഇരിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈശോ പറയുന്നത്. ആ വചനം ശ്രദ്ധിച്ച് നമ്മൾ വായിക്കുക. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. അടുത്തത്, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അപ്പോൾ അവിടെ മുഴുവനും യേശു പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ എന്ന് വെച്ചാൽ യേശു ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും. ഇതാണ് യേശു ഉറപ്പിക്കുന്നത്. അതിന് യേശു ഉദാഹരണം പോലും പറയുക. ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുകയല്ല. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്ന് വെച്ചാൽ ഇത് ഉറപ്പാണ്. ചോദിച്ചാൽ കിട്ടും, ഉറപ്പാണ്. മുട്ടിയാൽ തുറക്കപ്പെടും, ഉറപ്പാണ്. ഇതുറപ്പ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന വചനം ഈ പറഞ്ഞ കാര്യമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് തോന്നും. അത് കഴിഞ്ഞ് വരുന്നത് എന്താ? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ചോദിക്കുവിൻ കിട്ടും, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കും കണ്ടെത്തും. മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്വനായ പിതാവ് എത്രയോ അധികമായി നന്മകൾ നൽകില്ലേ? ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇതിലെല്ലാം നിയമവും പ്രവാചകന്മാരുമുണ്ട്. ഇതിലെല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമുണ്ട്. ഇതിലെല്ലാം നിയമത്തിൻ്റെയും പൂർത്തീകരണമുണ്ട്. മറ്റുള്ളവർ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യുക. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർ നമുക്ക് ചെയ്യരുത് എന്നാഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യാതെ ഇരിക്കുക. നമുക്കൊരു നിമിഷം ഈ വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കാം. സഹോദര സ്നേഹത്തിനെതിരായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ,
മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, എൻ്റെ അയൽപക്കക്കാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് നെഗറ്റീവാണെങ്കിൽ, എൻ്റെ കൂടപ്പിറപ്പുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നെഗറ്റീവാണ് മനസ്സിൽ വരുന്നതെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ തെളിവല്ല. അത് ഈവിൾ സ്പിരിറ്റിൻ്റെ, അശുദ്ധാത്മാവിൻ്റെ തെളിവാണ്. എൻ്റെ ഒപ്പം നിൽക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിനാൽ ദൈവമേ, എൻ്റെ അടുത്തുള്ളവരെക്കുറിച്ച്, എൻ്റെ അയൽപക്കത്തുള്ളവരെക്കുറിച്ച്, എൻ്റെ സഹോദരങ്ങളെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുവാൻ, നല്ലത് പറയുവാൻ എനിക്ക് കൃപ തരണേ. ആരോടെല്ലാം നമുക്കുള്ളിൽ വെറുപ്പുണ്ടോ, നമ്മൾ പറയും എനിക്ക് വെറുപ്പൊന്നുമില്ല, ഞാൻ ദ്രോഹം ചെയ്യുന്നില്ല. പക്ഷേ അവരെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും, അവരെക്കുറിച്ച് എന്ത് പറയാൻ തുടങ്ങിയാലും നമ്മുടെ വായിൽ നെഗറ്റീവേ വരുള്ളൂ. നമ്മൾ പറയുമ്പോൾ പറയും എനിക്ക് വെറുപ്പില്ല, എനിക്ക് ദേഷ്യമില്ല. ബട്ട് അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവരെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ ഇത് നമ്മളിൽ വരും. അതിനർത്ഥം നമ്മളിൽ ദൈവസ്നേഹമില്ല. അതിനാൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് ആരും മോശം ചിന്തിക്കരുത്, എന്നെക്കുറിച്ച് ആരും മോശം സംസാരിക്കരുത്, എനിക്കെതിരെ ആരും മോശമായ കാര്യങ്ങൾ ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, അതിനാൽ നന്മ ചെയ്യാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. സഹോദര സ്നേഹത്തിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ആരോടെല്ലാം നമുക്ക് ദേഷ്യമുണ്ടോ അവരെ കൊടുക്കുക. ആർക്കെല്ലാം നമ്മുടെ മേലുണ്ടോ അവരെല്ലാം കൊടുത്ത് അവരിൽ കൃപ ഇറങ്ങാൻ വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ, അങ്ങേ കൃപ, അതുമാത്രം മതി തമ്പുരാനേ. കൃപ, അങ്ങേ കൃപ, അതുമാത്രം മതി തമ്പുരാനേ. സോദരയെന്നും എന്നെപ്പോലെ നിത്യം സ്നേഹിച്ചിടാൻ കൃപ തരിക. സത്യം, നീതി, ധർമ്മമെന്നും കാത്തുപാലിച്ചിടാൻ കൃപ തരിക. കൃപ, അങ്ങേ കൃപ, അതുമാത്രം മതി തമ്പുരാനേ. കൃപ, അങ്ങേ കൃപ, അതുമാത്രം മതി തമ്പുരാനേ. നമ്മളെല്ലാവരിലും ഈ വചനത്തിൻ്റെ അഭിഷേകം വരട്ടെ. മത്തായിയുടെ സുവിശേഷം 7:12 അഭിഷേകമായിട്ട് മാറട്ടെ. ആവർത്തിച്ച് ഈ വചനം പ്രാർത്ഥിച്ച് ഈ കൃപയിലേക്ക് വരിക. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തിലേക്ക്, സ്നേഹത്തിൻ്റെ അഭിഷേകത്തിലേക്ക് നമ്മൾ വരിക. നമുക്ക് എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഏത് കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യത്തെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, പ്രത്യേകിച്ച് രോഗികളെ സമർപ്പിക്കുക, പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുക. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ, യേശുവേ ആരാധന, യേശുവേ. കൃപ, അങ്ങേ കൃപ, അതുമാത്രം മതി തമ്പുരാനേ. കൃപ, അങ്ങേ കൃപ, അതുമാത്രം മതി തമ്പുരാനേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം മത്തായി 7:12. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും.